ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം മഹിമപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം എഫ്രാത്ത മിനിസ്ട്രീസ് എന്ന ഈ മീഡിയയിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ മതേതര സുഹൃത്തുക്കൾക്കും, ധന്യനും വന്ദനും ആരാധനും വീണ്ടും ആഗമിക്കുന്നവനുമാകുന്ന ലോകേക രക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ നാട് കേരള വ്യാപകം മാത്രമല്ല, ഈ ഭാരത വ്യാപകമായി, ആഗോള വ്യാപകമായി വലിയൊരു ആപൽഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കാലം. നീണ്ട പ്രതിസന്ധികളിൽ നിറയപ്പെട്ട ഒരു കാലം. ദിനംപ്രതി കേട്ടുവരുന്ന പത്രധാരകൾ, വാർത്താവിനിമയങ്ങളെല്ലാം സകലതും സമയോചിതമായി വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ഏവരും വളരെ ഭയാനകമാകുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. പക്ഷേ ഒരു ക്രിസ്തു ഭക്തവതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കരുത്തും ആവേശവും ആർജവത്വവും എല്ലാം നൽകുന്നത് ഈ ഘട്ടങ്ങളിലും ഈ കാലമെന്ന് മാത്രമല്ല, നാളെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏത് പ്രതിസന്ധിയുടെ കാലത്തും, ഏത് സമ്മർദ്ദഘട്ടങ്ങളിലും, നാളുകളിൽ അനുഭവിക്കപ്പെടാൻ പോകുന്ന ഏത് മേഖലകളിലാണെങ്കിലും നമുക്ക് ബലവും കരുത്തും ആർജവത്വവും ആവേശവും ആത്മാഭിമാനവും എല്ലാം നൽകുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഈ തിരുവചനത്തിൻ്റെ അനുഗ്രഹീതമാകുന്ന സത്യങ്ങളാണ്. ഈ സമയത്തും ഒരു പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് ഒരു തിരുവചനം നിങ്ങളുമായി പങ്കുവെക്കുവാനും ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിപ്പാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് വളരെ അനുഗ്രഹീതവും നമുക്കേറെ പരിചിതവും ക്രൈസ്തവ ലോകത്തിനെക്കാലത്തും മറക്കാൻ കഴിയാത്ത എന്താണല്ലോ വിശുദ്ധ വേദപുസ്തകം തന്നെ. അവരുടെ ആധാരമാണ്, അവരുടെ ജീവനാണ്. ഈ തിരുവചന പുസ്തകത്തിലെ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു അതുല്യമായ ഒരു ഭാഗമുണ്ട്. ഒരു ശ്രദ്ധേയമായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിത കാലഘട്ടം, പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ക്രിസ്തു യേശുവിൽ കൂടി ലഭ്യമായി തീർന്നൊരു വിടുതൽ, പള്ളിപ്രമാണിയുടെ വീട്ടിൽ നടക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്ഥിരനിർണയത്താൽ നടക്കപ്പെട്ട വലിയൊരു അത്ഭുതത്തെയും ദൈവമഹത്വത്തെയും ദൈവമഹാത്മ്യത്തെയും വെളിപ്പെടുത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വേദവാക്യങ്ങൾ. അതിൻ്റെ 35-36 വാക്യങ്ങൾ ഇങ്ങനെയാണ്. അത് ഞാൻ വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം 36-ാം വാക്യം. അതിലെ ഒരു പദപ്രയോഗം മാത്രമാണ് ചില നിമിഷങ്ങൾ ഈ ശ്രോതാക്കളുമായി പങ്കുവെപ്പാൻ ക്രിസ്തു യേശുവിൽ ശരണപ്പെടുന്നു. 36-ാം വാക്യം ഇങ്ങനെയാണ്: യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. 36-ാം വാക്യത്തിലെ ആ ശ്രദ്ധേയമായ പദത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ചില പരിമിതമായ നിമിഷം തിരിപ്പിക്കുകയാണ്. 36-ാം വാക്യം: യേശു ആ വാക്ക് കാര്യമാക്കാൻ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. അതാണ് അല്പനേരത്തെ തിരുവചന ചിന്ത. യേശു ആ വാക്ക് കാര്യമാക്കാതെ. ലോകത്തിൽ വാക്ക് അഥവാ ഉച്ചാരം ഏത് മനുഷ്യനും അറിയാം. വാക്കുകളിൽ സാമർഥ്യമുള്ളവരാണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന നിരവധി മലയാളി സുഹൃത്തുക്കളെ നമുക്കറിയാം. പ്രസംഗത്തിൽ വാഗ്മിത്വം പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രാസഭംഗിയും സാഹിത്യങ്ങളുടെ അമരത്വമൊക്കെ വഹിക്കപ്പെട്ട നിരവധി സാംസ്കാരിക, കല, ആത്മീക, ഭൗതിക മേഖലകളിലൊക്കെ സജീവ സാന്നിധ്യം അറിയിക്കപ്പെട്ട നിരവധി ആയ സുഹൃത്തുക്കളെയും കഴിഞ്ഞുപോയ
കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട നിരവധി പ്രഭാഷകരെയും സാംസ്കാരിക സാമൂഹിക നിരീക്ഷണ നേതാക്കന്മാരെയൊക്കെ നമുക്കറിയാം. വാക്കുകളുടെ സാമർഥ്യം എക്കാലത്തും ചില മേഖലകളിലൊക്കെ വിജയം കൊള്ളാറുണ്ട്. മാധ്യമങ്ങളിലൊക്കെ വാക്സാമർഥ്യം കൊണ്ട് അത്തരത്തിൽ വാക്സാമർഥ്യമുള്ളവർക്ക് മാധ്യമങ്ങളിലൊക്കെ സജീവ സാന്നിധ്യം അവരാണ് കൂടുതലും അറിയിക്കാറുള്ളത്. ഉച്ചാരം, വാക്ക് ഒക്കെ ശ്രദ്ധേയമാണ്. ഇവിടെ പറയുന്നത് യേശു ആ വാക്ക് കാര്യമാക്കാതെ. ഞാനത് ഓർപ്പിച്ചതിൻ്റെ കാര്യം, വാക്ക് അഥവാ ഉച്ചാരം കൊണ്ട് ഈ സർവചരാചരങ്ങളെ, ഭൂചര കേചര ജന്തുക്കളാകുന്ന സകലത്തെയും ഈ ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വാക്ക് നിമിത്തം, ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ കാണുന്ന ഈ അഖില ലോകത്തിൽ കാണപ്പെടുന്ന സകല മേന്മകളും ക്രിസ്തുവിനാൽ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സസ്യവൃക്ഷാദികളും വൃക്ഷതലാദികളും ഇവിടുത്തെ നക്ഷത്രങ്ങളും എല്ലാം എണ്ണിപ്പറക്കി പറയാൻ കഴിയാത്ത വണ്ണം വാക്കുകൾ കൊണ്ട്, ഉച്ചാരങ്ങൾ കൊണ്ട് സകലതും നിർമ്മിക്കപ്പെട്ട ഒരു മശിഹയെ നമുക്ക് പരിചയപ്പെടുവാനും കാണുവാനും ഒക്കെ കഴിയുന്നുണ്ട്. അതാണ് നമ്മൾ ഉയർത്തുന്ന ധന്യനായ യേശു ക്രിസ്തു. നമുക്ക് വാക്കുകൾ കൊണ്ട് ക്രിസ്തുവിനെ വർണ്ണിക്കാനും കഴിയുന്നില്ല, പരിമിതപ്പെടുത്താൻ കഴിയാത്ത വണ്ണം ഒത്തിരി ശ്രേഷ്ഠതകൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്വം, ശ്രദ്ധേയമാണ് ആ ദൈവത്വം. പക്ഷേ ക്രിസ്തുവേശുവിൻ്റെ ഐഹിക ജീവിതഘട്ടം, പരശുശ്രൂഷ കാലഘട്ടമെല്ലാം തന്നെ ആവോളം ഒന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ക്രിസ്തു തമ്പുരാൻ പോലും വാക്കുകൾ പലതും സൃഷ്ടിക്കപ്പെട്ട, വാക്കുകളിൽ പലതും നേടിയെടുത്ത യേശു തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പലതിനെയും കാര്യമാക്കിയില്ല, പല വാക്കുകളെയും കാര്യമാക്കിയില്ല. എൻ്റെ അല്പനേരത്തെ ചിന്തയും അതാണ്. നാമും ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണമെന്നാണ് ഫിലിപ്പിയ ലേഖനം നമ്മെ പരിചയപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കുക, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, ക്രിസ്തുവിൽ തികയുക, ഇത്യാദി കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധേയമാണ്, ക്രിസ്തുവിൻ്റെ ഭാവം ഉൾക്കൊള്ളുക. അങ്ങനെയെങ്കിൽ യേശു എന്തെല്ലാം ചെയ്തോ അതെല്ലാം മാതൃകയാക്കണം ഒരു ദൈവ പൈതൽ, അല്ലെങ്കിൽ കർത്താവിനെ പിൻഗമിക്കുന്ന ഒരു ക്രിസ്തുഭക്തൻ, ഒരു ക്രിസ്തു ഭക്തവത. യേശു പല വാക്കിനെയും കാര്യമാക്കിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ആത്മീക ചിന്തകളിലും ധ്യാനങ്ങളിലും എനിക്ക് മനസ്സിലാക്കപ്പെട്ട ഒരു ആത്മീക സന്ദേശം, അടുത്ത ഭാവി നന്മയുടെ അനുഗ്രഹത്തിന്, അനന്തര ഭാവിയുടെ അനുഗ്രഹങ്ങൾക്ക്, അവയുടെ വിശാലതകൾക്ക് ദൈവം ഒരു വ്യക്തിയിൽ എന്തെല്ലാം നൽകാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനിൽ എന്തെല്ലാം നൽകുവാൻ അവൻ്റെ മുൻ സ്ഥിരനിർണയപ്രകാരം, മുൻ നിയമനപ്രകാരം എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അവയെല്ലാം നേടിയെടുക്കണമെങ്കിൽ ജീവിതത്തിൽ ആർത്തിരമ്പി വരുന്ന എല്ലാ വാക്കുകളെയും കാര്യമാക്കാതെ മുമ്പോട്ട് പോകുന്നൊരു മനുഷ്യന് മാത്രമേ ക്രിസ്തു ജീവിതം വിജയകരമായി, അനുഗ്രഹീതമായി, വളരെ ധന്യകരമായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. മനുഷ്യനെന്ന വ്യക്തിത്വത്തിൽ എന്തിനും ഏതിനും പ്രതികരിക്കുക നല്ലതാണ്. ഒരു ക്രിസ്തുഭക്തൻ എന്തിനൊക്കെ പ്രതികരിക്കണം, എന്തിനൊക്കെ മൗനമായിരിക്കണം എന്നൊക്കെ വിശുദ്ധ വേദപുസ്തകം തന്നെ നമുക്ക് നന്നായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. മനുഷ്യൻ വ്യത്യസ്തനാണ് എല്ലാം കൊണ്ടും. അത് പണം കൊണ്ടാകട്ടെ, പദവി കൊണ്ടും, പിറവി കൊണ്ടും, പരിലാളന കൊണ്ടും, പരിഷ്കാരം കൊണ്ടും, പകിട്ട് കൊണ്ടും, പാരമ്യം കൊണ്ടുമെല്ലാം, ഉത്ഭവം കൊണ്ടും, ഉയർച്ച കൊണ്ടും, ഉന്നതി കൊണ്ടും, ഉപയോഗം കൊണ്ടും, ഉത്തമത കൊണ്ടുമെല്ലാം മനുഷ്യൻ വ്യത്യസ്തനാണ്. എല്ലാത്തിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാണ്, ശ്രദ്ധേയനാണ് മനുഷ്യൻ എന്നുള്ള കാര്യം നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു നിഷേധാത്മകമായൊരു കാര്യം തന്നെയാണ്. പക്ഷെ ശ്രദ്ധേയമായൊരു കാര്യം, നമ്മുടെയും അടുത്ത ഭാവിയുടെ ധന്യതയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്തെല്ലാം നൽകാൻ ആഗ്രഹിക്കും, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നൽകാനിരിക്കുന്ന എന്തിനും ഏതിനും ഒരുപക്ഷെ തടസ്സം നമ്മുടെ വാക്കുകളായിരിക്കാം, നമ്മുടെ പല പ്രതികരണങ്ങളുമായിരിക്കാം. യേശു താൻ പോലും, ഇവിടുത്തെ സന്ദർഭം നമുക്കറിയാം, പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചു കിടക്കപ്പെടുന്ന സന്ദർഭം. ഈ സന്ദർഭഘട്ടത്തിൽ മകൾ മരിച്ചുപോയെന്ന വാർത്ത അറിയിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ കടന്നു വരുന്നു. അവർ പറയുകയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട, യേശുവിൽ കൂടിയുള്ള അനുഗ്രഹീതമാകുന്ന അത്ഭുതങ്ങൾ, വർണ്ണനകൾക്കപ്പുറമായ അത്ഭുതങ്ങളും മഹാത്ഭുതങ്ങളും ദൈവിക വിടുതലുകളും എല്ലാം അനുദിന ജീവിതത്തിൽ അനുകരണീയമായി അനുഭവിക്കപ്പെട്ട
അതൊക്കെ മനസ്സിലാക്കുകയും ആരിൽ കൂടിയെങ്കിലും അറിയുകയോ ഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരിക്കാം ഒരുപക്ഷെ ഈ ഓടി വരുന്നവരെന്നും നമുക്ക് ചിന്തിക്കുന്നതിൽ അർദ്ധശങ്കയ്ക്കിടയിൽ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. നിസ്സംശയമായി പ്രഖ്യാപിക്കപ്പെടാൻ കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വസ്തുത കൂടിയാണവ. ഈ വന്നവർക്കും അറിയാം യേശുവിൽ കൂടിയുള്ള അത്ഭുതം എന്താണെന്ന്. പക്ഷേ ഇവർ പറയുകയാണ്, ഇനി ഗുരുവിനെ എന്ത് ചെയ്യരുത്, അസഹ്യപ്പെടുത്തരുത്. യേശുവിന് ഒരു പക്ഷെ മറുപടി പറയാം. മരിച്ചവർ ഉയർപ്പിച്ച, മുടന്തരെ സൗഖ്യമാക്കിയ, കുരുടർക്ക് കാഴ്ച നൽകിയ, നിരവധി സൗഖ്യങ്ങൾ ചെയ്ത, താൻ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ഉറപ്പിക്കാൻ വേണ്ടി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ തരം വീര്യപ്രവർത്തികളാലും താൻ പ്രസംഗിക്കുന്ന പ്രഭാഷണത്തിനൊത്തവണ്ണം അവരെ ഉറപ്പിക്കാൻ തക്കവണ്ണം അത്ഭുതങ്ങളെല്ലാം ചെയ്ത യേശുവിന് ഒരുപക്ഷെ അവരോട് പറയാം, നിങ്ങളെന്താണ് എന്നെക്കുറിച്ച് ഇത്തരം പറയുന്നത്? എന്നെ അസഹ്യപ്പെടുത്തരുന്നോ? എൻ്റെ അടുക്കൽ വന്നിട്ടുള്ള സകല വിഷയങ്ങൾക്കും ദൈവനാമമഹത്വത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അത്ഭുതവും മറുപടിയും ദൈവനാമമഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നോടെന്തിനാണ് അസഹ്യപ്പെടുത്തരുത് എന്നിങ്ങനെ പറഞ്ഞെന്നൊക്കെ ഒരുപക്ഷെ പറയാം. പക്ഷേ ചില വാക്കുകൾ യേശു താൻ പോലും കാര്യമാക്കിയില്ല. അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന അനുഗ്രഹവും ഭാവിയെയും മുന്നിൽ കണ്ട, ദൈവമഹത്വത്തെയും മുന്നിൽ കണ്ട യേശുവിന് മനസ്സിലാക്കി ഇതിനൊരു പക്ഷെ പ്രതികരിച്ചാൽ ദൈവനാമം ഒരുപക്ഷെ മഹത്വപ്പെടില്ലായിരിക്കാം. ഒരുപക്ഷെ നടക്കാൻ പോകുന്ന ദൈവനിർണയപ്രകാരമുള്ള അത്ഭുതങ്ങൾക്ക് ഒരുപക്ഷെ തടസ്സമായിരിക്കാം വാക്കുകൾ. അതുകൊണ്ട് തന്നെ യേശു താൻ, ക്രിസ്തു താൻ തന്നെ ആ വാക്കിനെ കാര്യമാക്കാതെ തന്നിൽ എന്താണോ ദൈവമേൽപ്പിച്ച ദൗത്യം അത് കൃത്യനിർവഹണത്തോടുകൂടി നിർവഹിക്കുന്ന ഒരു മഷികയാണ് നമ്മൾ കാണുന്നത്. അതാണ് നസറേനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വാക്കുകൾക്ക് സാമർഥ്യമുണ്ടായിരിക്കാം, പദസമ്പത്തുണ്ടായിരിക്കാം, സാഹിത്യത്തിൻ്റെ അനുഭൂതികളും ഒക്കെ പ്രാസംഗികയുടെ പ്രകടനതകളൊക്കെ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ ഒരു ക്രിസ്തു ഭക്തൻ നമ്മൾ പോരാടണം, നമ്മൾ പ്രതികരിക്കണം. എന്തിനൊക്കെ വേണ്ടി? ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നൊക്കെ യൂദായുടെ ലേഖനം പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം, ഉപദേശത്തിന് വേണ്ടി ശബ്ദമുയർത്തണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തിരു നിയമ വ്യവസ്ഥിതികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവയെ എതിർക്കുന്നതിന് അവർക്കൊക്കെ എതിരെ നമ്മൾ പോരാടണം. ഒന്ന് വചനത്തിന് വേണ്ടി, തിരുവചന സത്യത്തിന് വേണ്ടി പോരാടണം, എതിരിടണം, ശബ്ദമുയർത്തണം, ഉപദേശത്തിന് വേണ്ടി ശബ്ദമുയർത്തണം. പക്ഷേ ഇവയ്ക്കെല്ലാം വേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം. പക്ഷേ ചില മേഖലകളിൽ എല്ലാത്തിനും അത്തരം ഉയർത്തരുത് എന്നാണ് ഞാൻ ഓർപ്പിച്ചത്. അതിന് ചില ഉദാഹരണങ്ങൾ, ചില ചിന്തകൾ തിരുവചനത്തിൽ കൂടി തന്നെ ഞാനൊന്ന് ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കേവർക്കും വളരെ പരിണതപ്രജ്ഞമായ അനുഗ്രഹിക്കപ്പെട്ട വാക്യഭാഗങ്ങളാണ് ശമൂവേലിൻ്റെ 1-ാം പുസ്തകമൊക്കെ. നമുക്കൊക്കെ അറിയാം, വളരെ ശ്രദ്ധേയമായ പുസ്തക ഭാഗങ്ങളാണ്. ഈ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു മഹതിയെ നമുക്കറിയാം, ഹന്ന എന്ന മഹതി. ആ ഹന്നയുടെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധേയമാണല്ലോ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു, അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവ അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ ജീവരന്തം യഹോവയ്ക്ക് നൽകും. ഈ ഭാഗമൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഘട്ടത്തിൽ ആ പുരോഹിതൻ, ഏലി പുരോഹിതൻ, ഈ ഹന്ന പ്രാർത്ഥനയ്ക്കായി നിർഭയായി നിൽക്കുമ്പോൾ ഹന്നയിലേക്കൊന്ന് നോക്കുമ്പോൾ ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവിടെ അതരമനങ്ങാത്തതിനാൽ ലഹരി പിടിച്ചിരിക്കുകയാണെന്നുള്ള മാത്രയിൽ ഈ ഏലി പരാമർശിക്കപ്പെടുന്ന വാക്യം നമുക്കറിയാം. ഈ ശമൂവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഏലി അവളോട് പറയുകയാണ്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിൻ്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്ന ഒരു ഭാഗം നമുക്കറിയാം. ഒരുപക്ഷെ ആ വാക്ക് കേട്ട മാത്രയിൽ ഹൃദയംഗമായി ദൈവസന്നിധി ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിലെന്ന നിലയിൽ ആവശ്യമില്ലാത്തൊരു പദപ്രയോഗം നടത്തിയപ്പോൾ, ആവശ്യമില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരുപക്ഷെ മറുത്ത് പ്രതികരിക്കാമായിരുന്നു ഹന്നയ്ക്ക്. കാരണം എന്നും പ്രതികരിക്കാം. ഇന്നത്തെ സമൂഹമാണെങ്കിൽ അതിനൊക്കെ ഒരുപക്ഷെ പ്രതികരണം കൊടുത്തേക്കാം. ഒരുപക്ഷെ തിരിച്ച് മീഡിയയിൽ കൂടെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നേക്കാം. ഞാൻ മര്യാദയ്ക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധി ഹൃദയം പകരപ്പെടുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ പുരോഹിതൻ, ഞങ്ങളുടെ ഉപദേശി വന്നിട്ട് നീ ലഹരി പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിച്ചു, എനിക്കത് വേദനയുണ്ടാക്കി. പാസ്റ്ററെ അല്ലെങ്കിൽ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്നൊക്കെയുള്ള ഉന്നയങ്ങൾ ഉന്നയിക്കും. എനിക്കതിന് ആവശ്യമില്ലാത്ത ആരോപണം ഉന്നയിച്ചെന്നൊക്കെ പറയാം. പക്ഷേ ഈ മഹതിയായ ഹന്ന അതിന് പ്രതികരിച്ചില്ല. ഹന്നയ്ക്കറിയാം ഒരുപക്ഷെ ഞാൻ പ്രതികരിക്കുന്ന വാക്ക് ഒരുപക്ഷെ തൻ്റെ അറിവുകേടിൽ പറയുന്ന ഒരു വാക്കായിരുന്നേക്കാം, തൻ്റെ ചിന്തയിൽ ഉദിച്ചുയർന്ന ചിന്തയിൽ കൂടി ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നേക്കാം, തൻ്റെ ചിന്തയായിരിക്കാം. പക്ഷേ
ഞാനൊരു പക്ഷെ അതിന് പ്രതികരണം നൽകിയാൽ നാളെ ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചും ദൈവിക ബന്ധത്തിൽ ഞാൻ ഉറപ്പോടും ധൈര്യത്തോടും എന്തിനു വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്? ഒരു പക്ഷേ എൻ്റെ അടുത്ത നിമിഷം ഞാൻ അനുഭവിക്കപ്പെടാൻ പോകുന്ന അനുഗ്രഹത്തെ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം. ഞാൻ നാളെ നേടാൻ പോകുന്ന ഭാവി അനുഗ്രഹത്തെ, ധന്യതയെ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഹന്ന താൻ തന്നെ അതിനെ സ്വയം അടക്കിക്കൊണ്ട് മൗനമായി അവലംബിക്കപ്പെട്ടുകൊണ്ട് നിന്നതുകൊണ്ട് ഹന്നെ അടുത്ത നിമിഷങ്ങളിൽ അതിൻ്റെ മറുപടി നൽകാത്തുണ്ട്. ആ വാക്കിനെ കാര്യമാക്കാതെ, ഏലിയുടെ ആരോപണങ്ങളെ അതിനെ ആ ഗൗരവത്തോടെ ഏറ്റെടുക്കാതെ അതിനെ നിരസിച്ചതുകൊണ്ട്, അതിനെ യേശുവിടെ പറഞ്ഞതുപോലെ യേശു ആ വാക്ക് കാര്യമാക്കാതെ എന്ന ആ വാക്യഭാഗം നമ്മൾ വായിച്ചത് ഞാനിവിടെ ഓർപ്പിച്ചുണർത്തിയതുപോലെ തന്നെ ഹന്നയും ആ വാക്കിനെ കാര്യമാക്കിയില്ല. അതുകൊണ്ട് അടുത്ത നിമിഷം തനിക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നൽകാൻ നിന്ന ആ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം ദാനമായി കൊടുത്തു. ഭാവി നന്മ ധന്യകരമായി തീർന്നു. ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ സഹോദരികളെ, ഒരു കാര്യം ഉറപ്പോടും ആത്മധൈര്യത്തോട് ഞാൻ പറയട്ടെ, എല്ലാത്തിനും പ്രതികരിക്കാതെ, എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കാതെ, ചില കാര്യങ്ങൾക്ക് നമ്മൾ മൗനം പാലിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ ആ അനുഗ്രഹങ്ങൾക്കൊരിക്കലും തടസ്സമല്ല, ഒരു വഴികാട്ടിയാണ് ചില വാക്കുകളുടെ മൗനം എന്നൊക്കെയുള്ളത്. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ മോശയെപ്പോലും നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യമൊക്കെ പരാമർശിക്കുമ്പോൾ നമുക്കറിയാം, മോശ മിസ്രയീമിലും സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീർന്നൊരു മനുഷ്യനാണ്. വാക്കിലൊക്കെ സമർത്ഥനായിരുന്നാണെന്ന് പറയുന്നത്. പക്ഷേ മോശ താൻ പോലും ചില കാര്യങ്ങളിൽ മൗനം പാലിക്കപ്പെട്ടിരുന്നു ദൈവ പദ്ധതിക്ക് വേണ്ടി. ഒരു പക്ഷേ ചിലതിനൊക്കെ പ്രതികരിച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്ന വിടുതൽ, ദൈവം ആഗ്രഹിക്കത്തക്ക അനുഗ്രഹമോ ദൈവ പദ്ധതിയിലുള്ള വിടുതലിനെയൊക്കെ ഒരു പക്ഷേ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നത്, നമ്മൾ പലതിനെയും പല വാക്കുകളെയും കാര്യമാക്കാതെ പോകണം. എല്ലാത്തെയും കാര്യമാക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ അടുത്ത അനന്തര ഭാവി ഒരു പക്ഷെ ബാധിച്ചേക്കാം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മിൽ ചെയ്യാനിരിക്കുന്ന ഒരു പക്ഷേ അനുഗ്രഹങ്ങളെ, ദൈവിക ദാനങ്ങളെയൊക്കെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് പലതിനും മൗനം പാലിച്ചാൽ നമുക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ, നമുക്കെതിരെ എന്തും ഉന്നയിക്കുന്നവർക്ക് നാളത്തെ അനന്തര നിമിഷം അവർ നമ്മിൽ കൂടി നടക്കപ്പെടുന്ന അത്ഭുതങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മിൽ ഉപയോഗിക്കപ്പെടുന്ന വൻകാര്യങ്ങളും കണ്ടിട്ട് അവർ തന്നെ കുറ്റമറ്റവരായി മാറാൻ, അവർക്ക് തന്നെ കുറ്റബോധം വരാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ പല വാക്കുകളെയും കാര്യമാക്കാതിരിക്കണം. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അടുത്ത ഭാവി അനുഗ്രഹങ്ങൾക്കും ധന്യതകൾക്കും വേണ്ടി മാത്രമാണെന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒത്തിരി ഭാഗങ്ങളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി മൗനം പാലിക്കപ്പെട്ടവർ, പല വാക്കുകളെയും കാര്യമാക്കാതെ മുമ്പോട്ട് പോയവർ പിൽക്കാലത്ത് നേടിയ അനുഗ്രഹങ്ങൾ ഒക്കെ നമുക്കറിയാം. ഈ പ്രഭാഷണം ഒരുപക്ഷെ ഈ അല്പമേറിയ സന്ദേശം കേൾക്കുന്ന ഒരുപക്ഷെ എന്നെക്കാളിലും പ്രായം കൊണ്ട് പക്വതയും പരിചയം കൊണ്ട് പരിജ്ഞാനം അനുഭവങ്ങൾ കൊണ്ട് ഏറെ തിടയിട്ട് അനുഭവ സമ്പത്തുമുള്ളവരൊക്കെ ഒരുപക്ഷെ ഇത് വീക്ഷിക്കുന്നുണ്ടായിരുന്നേക്കാം, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേക്കാം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ കൂടിയും അറിയാം, പല വാക്കുകളെയും കാര്യമാക്കാത്തത് കൊണ്ട് നമ്മൾ നേടിയെടുക്കപ്പെട്ട അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ അതിനൊക്കെ പ്രതികരിച്ചിരുന്നെങ്കിൽ, ആ ആരോപണങ്ങൾക്കെല്ലാം നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല, നമ്മൾ കുറ്റം ചെയ്തിട്ടല്ല, എങ്കിലും പലതിനും നമ്മൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കപ്പെടുന്ന പല നന്മകളും നമുക്ക് കരഗതമാക്കാൻ കഴിയുകയില്ലായിരുന്നു. പക്ഷെ പലതിൻ്റെ മുന്നിൽ നമ്മൾ മൗനം പാലിച്ചത്, മൗനമായിരുന്നു നമുക്കൊരു പക്ഷേ വിജയമായി മാറിയെന്നറിയാം. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പക്ഷേ തിരുവചന സത്യത്തിന് വേണ്ടി മൗനം പാലിക്കരുത്. തിരുവചന സൗത്യത്തിന് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം. ഉപദേശങ്ങൾക്ക് വേണ്ടി നമ്മൾ മൗനം പാലിക്കരുത്. ഉപദേശത്തിന് വേണ്ടി ശബ്ദം ഉയർത്തണം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി മൗനം പാലിക്കരുത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശബ്ദം ഉയർത്തണം. പക്ഷേ മറിച്ച് നാമുമായിട്ടുള്ള ബന്ധത്തിൽ, ഭൗതിക ബന്ധത്തിലാകട്ടെ മറ്റിത്യാദി മേഖലകളിൽ ഒരുപക്ഷെ നാളത്തെ അനുഗ്രഹത്തെ ബാധിക്കത്തക്കവണ്ണമുള്ള നിസ്സാര വാക്കായിരിക്കാം അവയ്ക്കുടെ പ്രതികരണം നമ്മുടെ അടുത്ത ധന്യമേറിയ ഭാവി അനുഗ്രഹത്തിന് അത് തടസ്സമായി മാറിയേക്കാം. അതുകൊണ്ട് പലതിനും മൗനം പാലിക്കുക, അതിനെ കാര്യമാക്കാതെ പോവുക. അതാണ് ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്കും അതിനുവേണ്ടി സന്നദ്ധരായിത്തീരാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം വാക്യമൊക്കെ 28-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അറിയാം, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു.
അവിടുത്തെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭോചിത സന്ദർഭം നമുക്കറിയാം. എന്താണെന്നറിയാമോ? ഇവർ അവിടെ നിൽക്കുമ്പോൾ പൗലോസും കൂട്ടരും ഒക്കെ രക്ഷപ്പെട്ട് ആ ദ്വീപിൽ വന്ന് നിൽക്കപ്പെടുമ്പോൾ ഈ മാത്രയിൽ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ഇവൻ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. ഇവനൊരു കൊലപാതകൻ, ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് അവർ വിളിച്ചുന്നയിക്കപ്പെടുമ്പോൾ, അവർ ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ, ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ കൊലപാതകം ചെയ്യാത്ത മനുഷ്യൻ്റെ ഒരു പക്ഷെ പ്രതികരിക്കുക. വാക്സാമർഥ്യമുള്ളവനാണ് പൗലോസ്. എല്ലാം നിയമ സംവിധാനങ്ങളും ഉന്നതനാണ്, താർക്കികനാണ്, എല്ലാ തരത്തിലും സമുന്നതനായി മനുഷ്യൻ്റെ ഒരു പക്ഷെ പ്രതികരിക്കാൻ സാധ്യതയേറെയാണ്. പ്രതികരിക്കാമായിരുന്നു. തൻ്റെ കഴിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും വാക്കുകളുടെ പ്രകമ്പനം കൊണ്ടുമൊക്കെ തനിക്ക് പ്രതികരിക്കാൻ ഒത്തിരി ബുദ്ധിയും കഴിവും ഒക്കെ നമ്മളെക്കാളും ശക്തനാണ്. പണ്ഡിത വരേണ്യനായ പൗലോസ്ലീഗയ്ക്ക് ഒരു പക്ഷെ പലതും പ്രതികരിക്കാമായിരുന്നു. പക്ഷെ പ്രതികരിച്ചില്ല. അവർ തന്നെ പ്രതികരിക്കാതിരുന്നത് കൊണ്ട് ഒരുപക്ഷെ പ്രതികരിച്ചിരുന്നെങ്കിൽ അടുത്ത് നടക്കാൻ പോകുന്ന ദൈവിക മഹത്വത്തിന് വേണ്ടി ദൈവ പദ്ധതിയിൽ നടക്കപ്പെടാൻ പോകുന്ന അനുഗ്രഹത്തെ ഒരുപക്ഷെ ബാധിച്ചേക്കായിരുന്നു. ആ ഭാവിയെ ഒരുപക്ഷെ ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നേക്കാം. പക്ഷേ താൻ അവിടെ മൗനം പാലിച്ചതുകൊണ്ട് ഇവർ തന്നെ പറയുകയാണ്, അവൻ വീർക്കുകയും പെട്ടെന്ന് ചത്തു വീഴുകയും ചെയ്യുമെന്ന് വെച്ചവർ കാത്തുനിന്നു. പക്ഷെ വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവർ പറയുകയാണ്, അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ഞാനിത് ഓർപ്പിച്ചപ്പെട്ടതിൻ്റെ കാര്യം ഒരുപക്ഷെ അതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അടുത്ത നിമിഷങ്ങൾ നടക്കപ്പെടാൻ പോകുന്ന ഭാവിയൊക്കെ ബാധിച്ചതിനെ. നമ്മെക്കാളും കഴിവും സാമർഥ്യവും വാക്ചാതുര്യവും ഒക്കെയുള്ള സമുന്നതരായവരൊക്കെ വിശുദ്ധന്മാരെക്കുറിച്ചും വിശുദ്ധവതികളെക്കുറിച്ചുമുള്ള പൂർവികരെക്കുറിച്ചൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ആക്ഷേപങ്ങൾ അവർ നേരിടാഞ്ഞിട്ടല്ല, ആരോപണങ്ങൾ അവർ നേരിടാഞ്ഞിട്ടല്ല, അവർ ചെയ്യാത്ത തെറ്റ് അവരുടെ മേൽ ചുമത്തി മറ്റ് പല രീതിയിലും അവരെ തകർക്കത്തക്കവണ്ണം പലതും അവർക്കെതിരെ ഉന്നയിക്കപ്പെടുമ്പോഴും പലതിനും അവർ നിശബ്ദത പാലിച്ചു. ഒന്നും കൂടി പറഞ്ഞാൽ, ഈ ഞാൻ വായിക്കപ്പെട്ട ബൈബിൾ ഭാഷാന്തരത്തെ ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞാൽ ആ വാക്കിനെ അവർ കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കപ്പെടാൻ കഴിയും. പ്രിയരെ, എനിക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾ ഓർപ്പിക്കപ്പെടാനുള്ളത് ഒരു കാര്യം, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ക്രിസ്തുയേശുവിൻ്റെ ക്രിസ്തീയത്തിൻ്റെ സമരഭൂമങ്കണങ്ങളിൽ പോരാട്ടപ്പോർക്കളങ്ങളിൽ പ്രതിസന്ധിയില്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല, ഒരുപക്ഷെ നമ്മിൽ കൂടിയുള്ള ദൈവിക ദൗത്യം നടത്തേണ്ടതിന് വേണ്ടി ദൈവം നമ്മിൽ കൂടി പെടാൻ പോകുന്ന അത്ഭുതങ്ങളോ ദൈവ ഉദ്ദേശപ്രകാരം നടക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഉറ്റിരിക്കുന്ന ദൈവത്തിനെ എതിരെ എന്തും ആരും ഉന്നയിക്കാൻ സാധ്യതയേറെയാണ്. പക്ഷേ എല്ലാത്തിനും പ്രതികരിക്കരുത്. പലതിനെയും നമ്മൾ കാര്യമാക്കാതെ പോയാൽ ക്രിസ്തീയതം ഏറ്റവും ധന്യകരമായിരിക്കും എന്നൊരിക്കൽ കൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാൻ പോകേണ്ട ഒരു ചെറു സന്ദേശം മാത്രമാണ് ഈ തന്നെ ഓർപ്പിക്കപ്പെട്ടത്. ഇവിടെ വായിക്കപ്പെട്ടത് യേശു ആ വാക്ക് കാര്യമാക്കാതെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാലയ്ക്ക് സൗഖ്യം കൊടുക്കുന്ന സന്ദർഭമൊക്കെ നമുക്കറിയാം. ഒരുപക്ഷെ ക്രിസ്തു പ്രതികരിച്ചിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ അവിടെ സംഭവിക്കാൻ സാധ്യതയേറെയായിരുന്നു. അവിടെ അതുകൊണ്ട് തന്നെയാണ് എടുത്തുന്നയിക്കപ്പെടുന്നത്. മറ്റ് പല ഭാഗങ്ങളിലും ഉന്നയിക്കപ്പെടാത്തൊരു സവിശേഷമായ ഭാഗമാണ്. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. പ്രിയരെ, ക്രിസ്തുവിൽ സഹോദരങ്ങളെ, നമുക്ക് അനുദിന ജീവിതത്തിൽ അനുനിമിഷം എന്തെല്ലാം നേരിടുമെന്നറിയത്തില്ല. പലതിനെയും കാര്യമാക്കാതെ യേശു ആ വാക്ക് കാര്യമാക്കാത്തതുപോലെ ഒരുപക്ഷെ പല വാക്കുകളും നമ്മൾ കാര്യമാക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ ഭാവി ധന്യതയെ ബാധിക്കാൻ സാധ്യതയേറെയാണ്. പലതിനും മൗനം അവലംബിക്കപ്പെട്ടുകൊണ്ട്. പക്ഷേ മൗനം അവലംബിക്കുക എന്ന് പറയുമ്പോൾ സകലത്തിനുമല്ല. ഞാൻ മുമ്പ് ഓർപ്പിക്കപ്പെട്ടല്ലോ, ഉപദേശത്തിന് വേണ്ടി നമ്മൾ നിശബ്ദരായിരിക്കുകയല്ല, ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യണം. തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിശബ്ദരായിരിക്കുകയല്ല, ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യണം. പക്ഷേ നാം എന്ന വ്യക്തി ജീവിതത്തിലേക്കൊന്ന് പുനഃപരിശോധന വിധേയമാക്കപ്പെടുമ്പോൾ ദൈവം നമ്മിൽ ചെയ്യപ്പെടാൻ പോകുന്ന ദൈവ നിർണയപ്രകാരം നടക്കപ്പെടാൻ പോകുന്ന അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളിൽ ക്രിസ്തീയത്തിൻ്റെ യാത്രയിൽ നേരിടപ്പെടുന്ന ചില വാക്കുകളൊക്കെ കാര്യമാക്കാതെ പോയാൽ അടുത്ത ഭാവി ജീവിതം ധന്യകരമായി തീരും. അതുകൊണ്ട് പല വാക്കുകളെയും കാര്യമാക്കാതെ ക്രിസ്തീയത യാത്രത്തിൽ എല്ലാത്തെയും സധൈര്യം സന്തോഷം നേരിട്ടുകൊണ്ട് ക്രിസ്തീയതം ധന്യകരമായും അനുഗ്രഹമായി പോകുവാൻ ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്നു. സർവേശ്വരൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.